കേരളം ഞെട്ടിയ തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കുഞ്ഞിനെ കൊന്ന അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണ്. ഗർഭിണിയാണെന്ന് ആരും അറിയാതിരിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു. യുവതിയുമായുള്ള ബന്ധം തകർന്നാൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് കുഞ്ഞിന്റെ അസ്ഥികൾ സൂക്ഷിച്ചതെന്ന് ബവിന്റെ മൊഴി. കുഞ്ഞിനെ അനീഷ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും ബെവിൻ പോലീസിനോട് പങ്കുവച്ചു. അമ്മയ്ക്കും സഹോദരനും ഒപ്പം താമസിക്കുന്ന വീട്ടിൽ ആരും അറിയാതെ 2 ഗർഭകാലം കഴിച്ചുകൂട്ടുക, ആരും അറിയാതെ 2 തവണ പ്രസവിക്കുക, കുട്ടികളെ കൊലപ്പെടുത്തുക, എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തുടർന്നും ജീവിക്കുക. അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അനീഷ പോലീസിനോട് പറയുന്നത്. 2021 നവംബർ 6-നാണ് ആദ്യ പ്രസവം. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കുളിമുറിയിൽ പ്രസവിച്ചു എന്നാണ് പോലീസിന് നൽകിയ മൊഴി. യൂട്യൂബ് നോക്കിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റി കുഞ്ഞ് മരിച്ചു എന്ന മൊഴി. ഉടനെ തന്നെ വീടിന് പിന്നിൽ കുഴിയെടുത്തു. മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സമീപവാസി ഇത് കണ്ടു. ഇതോടെ മറ്റൊരു ഭാഗത്ത് കുഴിയെടുത്ത് കുഞ്ഞിനെ മറവ് ചെയ്തു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. 8 മാസത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ അസ്ഥി ബവിൻ ആവശ്യപ്പെട്ടത്. കർമ്മങ്ങൾ ചെയ്യാനാണ് എന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ബോൺ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കണം. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റും നടപടി ചെയ്യണം. 2024-ലായിരുന്നു രണ്ടാമത്തെ പ്രസവം, അതും വീട്ടിൽ വെച്ച് തന്നെ. ഈ കുഞ്ഞും പ്രസവത്തിൽ മരിച്ചു എന്നാണ് അനീഷ ബവിനോട് പറഞ്ഞത്. മൃതദേഹവും ബവിന് കൈമാറി. എന്നാൽ പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരഞ്ഞപ്പോൾ വാ പൊത്തിപ്പിടിച്ചുവെന്ന് പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. ഈ കുഞ്ഞിന്റെ മൃതദേഹം ആമ്പല്ലൂരിലെ ബവിന്റെ വീട്ടിലാണ് കുഴിച്ചിട്ടത്. രണ്ടാമത്തെ പ്രസവത്തിൽ ചില സംശയങ്ങൾ ബവിനുണ്ടായിരുന്നു. കുഞ്ഞിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് അയാളുടെ വിശ്വാസം. വേറൊരാളുമായി അടുപ്പം സൂക്ഷിച്ചതും ബവിനെ പ്രകോപിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി രാത്രികാലങ്ങളിൽ അനീഷയുടെ ഫോൺ ബിസിയായിരുന്നത് സംശയത്തിനാക്കം കൂട്ടി. ഇതാണ് കുഞ്ഞിന്റെ അസ്ഥിയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ബവിനെ പ്രേരിപ്പിച്ചത്. ഇരുവരുടെയും വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.